ഞാൻ ഡോക്ടർ പി വി മജീദ്, ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഒന്നാണ് പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതം. എണ്ണമയമുള്ള ഭക്ഷണം ഒഴിവാക്കുക, ദിവസവും ജിമ്മിൽ പോവുക, സ്ഥിരമായി കേൾക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ലോകമെമ്പാടുമുള്ള പ്രമുഖ കാർഡിയോളജിസ്റ്റുകളും മെഡിക്കൽ ഗവേഷകരും കണ്ടെത്തിയതും എന്നാൽ മലയാളി ഇതുവരെ കേട്ടിട്ടില്ലതുമായ അപൂർവവും ശാസ്ത്രീയവുമായ വഴികളാണ് ഇന്ന് നമ്മൾ മുൻഗണനാക്രമത്തിൽ പങ്കുവെക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ജീവിതശൈലിക്ക് ഇണങ്ങുന്നതും ദിവസവും വളരെ എളുപ്പത്തിൽ കഴിയുന്നതുമായ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം ഇതിലെ പല അറിവുകളും നിങ്ങളുടെയോ നിങ്ങളെ പ്രിയപ്പെട്ടവരുടെ ജീവൻ വരെ രക്ഷിച്ചേക്കാം. ദോഷം ചെയ്യുന്ന ശീലങ്ങൾ നോക്കാം. വീര്യമേറിയ മൗത്ത് വാഷുകൾ ഒഴിവാക്കുക. ക്ലോർഹെക്സിഡൈൻ അടങ്ങിയ മൗത്ത് വാഷുകൾ നാക്കിലെ നൈട്രേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ നൈട്രേറ്റുകളെ ഹൃദയ സംരക്ഷണത്തിന് ആവശ്യമായ നൈട്രിക് ഓക്സൈഡാക്കി മാറ്റുന്നത് ഈ ബാക്ടീരിയകളാണ്. ഇവ ഇല്ലാതാകുന്നതോടെ ധമനികൾ ചുരുങ്ങുകയും രക്തസമ്മർദ്ദം പെട്ടെന്ന് ഉയരുകയും ചെയ്യും. തുടർച്ചയായി ഇരിക്കുമ്പോൾ കാലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരേ ഇരിപ്പിൽ ഇരിക്കുമ്പോൾ കാലുകളുടെ രക്തപ്രവാഹം മന്ദഗതിയിലാവുകയും ധമനികൾ ഷിയർ സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും. ഇരിക്കുമ്പോൾ തന്നെ പാദങ്ങൾ ചെറിയ രീതിയിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് രക്തക്കുഴലുകളുടെ ആന്തരിക പാളിയായ എൻഡോത്തീലിയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ തടയുകയും ചെയ്യും. മുറിക്കുള്ളിൽ വായുമലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കൾ കത്തിക്കരുത്. അടച്ചിട്ട മുറികളിൽ പുകയുണ്ടാക്കുന്ന വസ്തുക്കൾ, ഉദാഹരണത്തിന് സാമ്പ്രാണിത്തിരികൾ, മോസ്കിറ്റോ കോയിലുകൾ എന്നിവ കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന അൾട്രാഫൈൻ കണികകൾ PM2.5 ശ്വാസകോശം വഴി നേരിട്ട് രക്തത്തിൽ കലരുന്നു. ഇത് ധമനികളിൽ പെട്ടെന്ന് കടുത്ത വാസോസ്പാസം ഉണ്ടാക്കുകയും അക്യൂട്ട് കൊറോണറി സിൻഡ്രോമിന് കാരണമാകുകയും ചെയ്യും. കൃത്യമായ ഇടവേളകളിൽ രക്തമോ പ്ലാസ്മയോ ദാനം ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ അറിയാതെ എത്തുന്ന ഫോറെവർ കെമിക്കലുകൾ, ഉദാഹരണത്തിന് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലും വാട്ടർ പ്രൂഫ് കോട്ടിങ്ങുകളിലും ഉപയോഗിക്കുന്ന PFAS ധമനികളിൽ കടുത്ത വിഷാംശം ഉണ്ടാക്കുന്നവയാണ്. ക്ലിനിക്കൽ ട്രയലുകൾ പ്രകാരം കൃത്യമായ ഇടവേളകളിൽ രക്തമോ പ്ലാസ്മയോ ദാനം ചെയ്യുന്നത് ശരീരത്തിലെ PFAS കെമിക്കലുകളുടെ അളവ് ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിക്കും. കൃത്രിമ മധുരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. ഡയറ്റ് പാനീയങ്ങളിൽ ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളിൽ, ഉദാഹരണത്തിന് ഡയറ്റ് സോഡകൾ, പ്രമേഹരോഗികൾക്കുള്ള മിഠായികൾ എന്നിവയിൽ പഞ്ചസാരയ്ക്ക് പകരമായി ഉപയോഗിക്കുന്ന സൈലിട്രോൾ, എരിത്രിറ്റോൾ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ പ്രതികരണ ശേഷികളും കൂട്ടാം. ഈ രക്തം അനാവശ്യമായി കട്ടപിടിക്കാനുള്ള സാധ്യത ത്രോംബോസിസ് റിസ്ക് വർദ്ധിപ്പിക്കും. പാചക എണ്ണ ആവർത്തിച്ച് ചൂടാക്കരുത്. പാചക എണ്ണ, ഉദാഹരണത്തിന് വെളിച്ചെണ്ണ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നിവ ആവർത്തിച്ച് ചൂടാക്കുമ്പോൾ അത് തെർമൽ ഓക്സിഡേഷന് വിധേയമാകുകയും HNE പോലുള്ള മാരക വിഷവസ്തുക്കൾ രൂപപ്പെടുകയും ചെയ്യും. ഇവ രക്തക്കുഴലുകളെ നേരിട്ട് നശിപ്പിക്കുകയും അതിവേഗം രക്തധമനികളിൽ പ്ലേക്ക് രൂപപ്പെടുത്തുകയും ചെയ്യും. വൈകിയുള്ള അത്താഴം ഒഴിവാക്കുക. രാത്രി വൈകി, അതായത് ശരീരത്തിൽ മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്ന സമയത്ത് ആഹാരം കഴിക്കുന്നത് ഇൻസുലിൻ പ്രതിരോധം കൂട്ടും. ഇത് പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൂക്കോസ് സ്പൈക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യും. രക്തക്കുഴലുകളുടെ ഭിത്തികൾക്ക് കടുത്ത കോശജ്വലനം, എൻഡോത്തീലിയൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂടുഭക്ഷണം സൂക്ഷിക്കരുത്. ഉയർന്ന താപനിലയിൽ പ്ലാസ്റ്റിക്കിൽ നിന്ന് പുറത്തു വരുന്ന രാസവസ്തുക്കൾ, ഉദാഹരണത്തിന് ദാലേറ്റുകൾ, ബിസ്ഫെനോൾ അല്ലെങ്കിൽ BPA ഭക്ഷണത്തിൽ കലരുന്നു. ഇവ ശരീരത്തിൽ പ്രവേശിച്ച് നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം തടയുകയും ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. രാവിലെ ഉണർന്നയുടൻ കഠിനമായ വ്യായാമങ്ങളിലേക്ക് കടക്കാതിരിക്കും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്
ശരീരത്തിൽ കോർട്ടിസോൾ, കാറ്റക്കോളമിൻ ഹോർമോണുകളുടെ അളവ് സ്വാഭാവികമായും വളരെ കൂടുതലായിരിക്കും. ഈ സമയത്ത് മതിയായ വാമിപ്പില്ലാതെ പെട്ടെന്ന് കഠിനമായ വ്യായാമം ചെയ്യുന്നത് രക്തധമനികളിലെ പ്ലേക്കുകൾ പൊട്ടാനും പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാക്കാനും കാരണമാകും. കാൽസ്യം സപ്ലിമെൻറ്റുകൾ വിറ്റാമിൻ K2 ഇല്ലാതെ കഴിക്കരുത്. ശരീരത്തിൽ വിറ്റാമിൻ K2വിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന കാൽസ്യം ഗുളികൾ എല്ലുകളിലേക്ക് പോകാതെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുകയും അതിന് പറയുന്നത് വാസ്കുലാർ കാൽസിഫിക്കേഷൻ. ഇത് ധമനികളെ കട്ടിയുള്ളതാക്കി മാറ്റുകയും അതായത് ആർട്ടീരിയൽ സ്റ്റിഫ്നെസ്, ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുവാനും ചെയ്യും. ഹൃദയത്തിലെ ഹീമോഡൈനാമിക്സ് മെച്ചപ്പെടുത്താനുള്ള വഴികൾ നോക്കാം. IMST ശീലമാക്കുക. വളരെ ലളിതമായ ശ്വസന ഉപകരണം ബ്രത്തിങ് ട്രെയിനർ ഡിവൈസ് ഉപയോഗിച്ച് ദിവസം 5 മിനിറ്റ് മാത്രം പ്രതിരോധത്തോടെ ശ്വാസമെടുക്കുന്ന വ്യായാമമാണിത്. ക്ലിനിക്കൽ ട്രയലുകൾ തെളിയിക്കുന്നത് IMST ഹൈ റെസിസ്റ്റൻറ്റ് ഇൻസ്പിരേറ്ററി മസിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത് വഴി വാസോ ഡയലേഷൻ കൂടുകയും സിസ്റ്റോളിക് രക്തസമ്മർദ്ദം 9 mmHg വരെ കുറയ്ക്കുകയും ചെയ്യുമെന്നാണ്. മലവിസർജന സമയത്ത് അമിതമായി ബലം പ്രയോഗിക്കാതിരിക്കുക. മലബന്ധം മൂലം ടോയ്ലറ്റിലിരുന്ന് അമിതമായി മുക്കുന്നത് ശരീരത്തിൻ്റെ വത്സൽവ മാനുവർ എന്ന അവസ്ഥ ഉണ്ടാക്കുകയും ഇത് ഇൻട്രാതൊറാക്സിക് സമ്മർദ്ദം പെട്ടെന്ന് കൂട്ടുകയും ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്തി രക്തസമ്മർദ്ദത്തിൽ മാരകമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇരിക്കുമ്പോൾ കാലുകൾ പിണച്ചു വെക്കുന്നത് ഒഴിവാക്കുക. കസേരയിൽ ഇരിക്കുമ്പോൾ കാലിന്മേൽ കാലി കയറ്റി വെക്കുന്നത് പൊപ്ലീറ്റിയൽ ധമനികളുടെ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തും. ഇതോടെ കാലുകളിൽ നിന്നുള്ള രക്തം വലിയ അളവിൽ നെഞ്ചിലേക്ക് തള്ളപ്പെടുകയും ഹൃദയത്തിന് കൂടുതൽ പ്രയത്നിക്കേണ്ടി വന്ന് താൽക്കാലികമായി രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്യും. തുടർച്ചയായി ഇരിക്കുമ്പോൾ സോളിയസ് പുഷപ്പുകൾ ചെയ്യുക. ഇരിക്കുമ്പോൾ തന്നെ കാൽഭാഗത്തിൻ്റെ മുൻഭാഗം തറയിൽ ഉറപ്പിച്ചു നിർത്തി കണങ്കാലുകൾ ഹീൽസ് മാത്രം മുകളിലേക്ക് ഉയർത്തുക. പിന്നീട് താഴോട്ട് വയ്ക്കുക. നമ്മുടെ കണങ്കാലിലെ സോളിയസ് പേശി, സോളിയസ് മസിൽ ഉണരുന്നതിലൂടെ രക്തത്തിലെ കൊഴുപ്പും പഞ്ചസാരയും വളരെ വേഗത്തിൽ ഉപാപചയം ചെയ്യപ്പെടുകയും ഹൃദയത്തിൻ്റെ ആകെ ജോലിഭാരം കുറയ്ക്കുകയും ചെയ്യും. ഫിസിയോളജിക്കൽ സ്റ്റേ ചെയ്യുക. പെട്ടെന്ന് കടുത്ത മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ ഫിസിയോളജിക്കൽ സൈ ചെയ്യുക. മൂക്കിലൂടെ 2 തവണ വേഗത്തിൽ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. ആദ്യത്തെ നീണ്ട ശ്വാസത്തിന് ശേഷം പെട്ടെന്ന് ഒരു ചെറിയ ശ്വാസം കൂടെ, തുടർന്ന് വായിലൂടെ സാവധാനം ശ്വാസം പുറത്തു വിടുക. ഇത് വേഗസ് ഞരമ്പിലൂടെ ഹൃദയമെടുപ്പിനെ പെട്ടെന്ന് ശാന്തമാക്കും. സ്ക്രീൻ അപ്നിയ നിയന്ത്രിക്കുക. ലാപ്ടോപ്പിലോ ഫോണിലോ ജോലി ചെയ്യുമ്പോൾ അറിയാതെ ശ്വാസം അടക്കിപ്പിടിക്കുന്ന അവസ്ഥയാണിത്. ഇത് ശരീരത്തിൽ വിട്ടുമാറാത്ത സിമ്പതിക് നാഡി ഉത്തേജനം ഉണ്ടാകുകയും രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യും. ജോലി ചെയ്യുമ്പോൾ ശ്വസന പ്രക്രിയ സുഖമാണെന്ന് ബോധപൂർവം ഉറപ്പാക്കുക. ഹൃദയമെടുപ്പ് കൂടുമ്പോൾ മുഖം തണുത്ത വെള്ളത്തിൽ മുക്കുക. ഒരു പാത്രത്തിൽ തണുത്ത വെള്ളമെടുത്ത് മുഖം 10 മുതൽ 15 സെക്കൻഡ് നേരം മുക്കി വയ്ക്കുക. ഇത് ശരീരത്തിലെ മമ്മീലിയൻ ഡയോറിഫ്ലെക്സ് ഉണർത്തുകയും വേഗസ് ഞരമ്പിനെ ഉത്തേജിപ്പിച്ച് ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും പെട്ടെന്ന് തന്നെ സാധാരണ നിലയിലാക്കുകയും ചെയ്യും. കിടക്കുന്നതിന് മുമ്പ് കാലുകൾ ചുവരിലേക്ക് ചാരി വെക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 5 മുതൽ 10 മിനിറ്റ് വരെ കാലുകൾ മുകളിലേക്ക് ഉയർത്തി വെക്കുകയും ഇത് താഴത്തെ അവയവങ്ങളിൽ കെട്ടിക്കിടക്കുന്ന അശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ വീനസ് റിട്ടേൺ സഹായിക്കുകയും ചെയ്യും. ഹൃദയത്തിലെ വാൽവുകളിലൂടെ ഹൈഡ്രോസ്റ്റാറ്റിക് ജോലിഭാരം കുറയ്ക്കുകയും ചെയ്യും. ആഹാര രീതികളും ദഹന പ്രക്രിയയെ കാർഡിയോ പ്രൊട്ടക്ഷനും നോക്കാം. ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കുക. ബീറ്റ്റൂട്ടിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ഇനോർഗാനിക് നൈട്രേറ്റ് വായിലെ ബാക്ടീരിയകളുമായി ചേർന്ന് നൈട്രിക് ഓക്സൈഡായി മാറുന്നു. ഇത് കഠിനമായ രക്തസമ്മർദ്ദം പോലും മണിക്കൂറുകൾക്കുള്ളിൽ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ക്ലിനിക്കൽ ട്രയലുകൾ തെളിയിക്കുന്നു. ചായയിലും കാപ്പിയിലും
പാൽ ചേർക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക. ചായയിലും കാപ്പിയിലുമുള്ള ഫ്ലാവനോളുകൾ ധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. എന്നാൽ ഇതിലേക്ക് പാൽ ചേർക്കുമ്പോൾ പാലിലെ കേസീൻ എന്ന പ്രോട്ടീൻ ഈ ഫ്ലാവനോളുകളുമായി രാസപരമായി ഒട്ടിപ്പിടിക്കുകയും അവയുടെ ബയോ അവൈലബിലിറ്റി പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യും. ചോറ് പാകം ചെയ്ത ശേഷം തണുപ്പിച്ച് വീണ്ടും ചൂടാക്കി കഴിക്കുക. ചോറ് പാകം ചെയ്ത ശേഷം കുറഞ്ഞത് 12 മണിക്കൂർ ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ അതിലെ അന്നജം റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ടൈപ്പ് 3 റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചായി മാറുന്നു. ഇത് പോസ്റ്റ് പ്രാൻഡിയൽ ഇൻസുലിൻ സ്പൈക്കുകൾ തടഞ്ഞ് എൻഡോത്തീലിയത്തെ ഇൻഫ്ലമേഷനിൽ നിന്ന് സംരക്ഷിക്കും. തണ്ണിമത്തൻ്റെ തൊലിയോട് ചേർന്നുള്ള ഭാഗം റിൻഡ് കഴിക്കുക. തണ്ണിമത്തൻ്റെ ഈ ഭാഗത്ത് L-സിട്രുലിൻ വൻതോതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിൽ പ്രവേശിച്ച് എൻഡോത്തീലിയൽ നൈട്രിക് ഓക്സൈഡ് സിന്തസിസിനെ ഉത്തേജിപ്പിക്കുകയും ധമനികളെ വികസിപ്പിക്കുകയും ചെയ്യും. ഫെർമെൻ്റ് ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മുടെ കുടലിലെ ചില ബാക്ടീരിയകൾ കോളിൻ, കാർണിറ്റൈൻ എന്നിവ മാറ്റി എത്രോസ്ക്ലിറോസിസ് ഉണ്ടാക്കുന്ന മാരകമായ TMAO ഉൽപ്പാദിപ്പിക്കുന്നു. ഫെർമെൻറ്റഡ് ഭക്ഷണം ഉദാഹരണത്തിന് തൈര്, മോര്, കിംചി എന്നിവ കഴിക്കുന്നത് വഴി നല്ല ബാക്ടീരിയൽ കൂടുകയും TMAO ഉൽപ്പാദനം കുറയുകയും ചെയ്യും. ഡാർക്ക് കൊക്കോ പൗഡർ കഴിക്കുക. പഞ്ചസാരയില്ലാത്ത ഡാർക്ക് കൊക്കോ പൗഡർ കഴിക്കുന്നത് രക്തക്കുഴലുകളുടെ വികാസശേഷി ഫ്ലോ മീഡിയേറ്റഡ് ഡൈലേഷൻ വെറും 2 മണിക്കൂറിനുള്ളിൽ മെച്ചപ്പെടുത്തുമെന്ന് ക്ലിനിക്കൽ പഠനങ്ങൾ വ്യക്തമാക്കും. കൊഴുപ്പുള്ള ഭക്ഷണത്തോടൊപ്പം വാൾനട്ട്സ് കഴിക്കുക. വാൾനട്ട്സിൽ അടങ്ങിയിരിക്കുന്ന ആൽഫ ലിനോലെനിക് ആസിഡ് കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിച്ചതിന് ശേഷമുണ്ടാക്കുന്ന പോസ്റ്റ് പാൻഡിയൽ ലിപ്പീമിയ മൂലമുള്ള എൻഡോത്തീലിയൽ ആഘാതങ്ങളെ തടയുകയും ധമനികളുടെ ഇലാസ്തികത സംരക്ഷിക്കുകയും ചെയ്യും. വെള്ളം കുടിക്കുമ്പോൾ ഒരൊറ്റ വലിക്ക് വലിയ അളവിൽ വെള്ളം കുടിക്കരുത്. ദാഹം തോന്നുമ്പോൾ വലിയ അളവിൽ വെള്ളം വേഗത്തിൽ കുടിക്കുന്നത് ശരീരത്തിൽ വാട്ടർ ഇൻഡ്യൂസ്ഡ് പ്രഷർ റെസ്പോൺസ് ഉണ്ടാക്കുകയും ഇത് പെട്ടെന്ന് സിമ്പതറ്റിക് നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുകയും താൽക്കാലികമായി രക്തസമ്മർദ്ദം ഉയർത്തി ഹൃദയത്തിന് അനാവശ്യമായ ജോലിഭാരം നൽകുകയും ചെയ്യും. ആഹാരത്തിൽ ഹോൾ ഗ്രെയിൻസ് ഉൾപ്പെടുത്തുക. തവിട് കളയാത്ത ധാന്യങ്ങളിലുള്ള ഫൈറ്റിക് ആസിഡ് ഒരു പ്രകൃതിദത്ത ഇരുമ്പ് ചെലേറ്റർ, അതായത് അയൺ ചെലേറ്ററായി പ്രവർത്തിക്കും. ഇത് ശരീരത്തിലെ അധിക ഇരുമ്പ് ഘടകങ്ങൾ ധമനികളുടെ LDL കൊളസ്ട്രോളിനെ ഓക്സിഡൈസ് ചെയ്യുന്നത് തടയുന്നു. ലൈഫ് സ്റ്റൈൽ മെഡിക്കൽ ശീലങ്ങൾ നോക്കാം. ഒരേ സമയം ഉറങ്ങുക. ദിവസവും വ്യത്യസ്ത സമയങ്ങളിൽ ഉറങ്ങാൻ കിടക്കുന്ന ശീലം ഹൃദയത്തിന് അപകടകരമാണ്. ജേണൽ ഓഫ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഉറക്കത്തിൻ്റെ സമയക്രമത്തിൽ വലിയ വ്യതിയാനമുള്ളവരിൽ കൊറോണറി ധമനികളിൽ കാൽസ്യം അടഞ്ഞുകൂടാനുള്ള സാധ്യത 2 മടങ്ങ് കൂടുതലെന്നാണ്. പ്രവൃത്തി ദിവസങ്ങളിലെ ഉറക്കക്കുറവ് വാരാന്ത്യങ്ങളിൽ നികത്തുക. വീക്കെൻഡ് കാച്ചപ്പ് സ്ലീപ്പ്. പുതിയ പഠനങ്ങൾ പ്രകാരം പ്രവൃത്തി ദിവസങ്ങളിൽ ഉറക്കം കുറയുന്നവർ വാരാന്ത്യങ്ങളിൽ 1-2 മണിക്കൂർ കൂടുതലായി ഉറങ്ങുന്നത് ഹൃദ്രോഗ സാധ്യത 20% വരെ കുറയ്ക്കും. ഇത് വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാൻ സഹായിക്കും. ഹാർട്ട് ഫെയിലിയർ രോഗികൾ ഇടത് വശം ചെരിഞ്ഞു കിടക്കുന്നത് ഒഴിവാക്കുക. രോഗനിർണയം ചെയ്യപ്പെടാത്ത കാർഡിയാക് എൻലാർജ്മെന്റ്, ഹൃദയം വീക്കൽ ഉള്ളവർ ഇടതുവശം ചെരിഞ്ഞു കിടക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അഗ്രഭാഗം മാറുകയും അപ്പിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, കാർഡിയാക് ഔട്ട്പുട്ടിൽ വ്യതിയാനങ്ങൾ വരികയും ചെയ്യും. ഇങ്ങനെയുള്ള ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശം തേടണം. എല്ലാ വർഷവും ഇൻഫ്ലുവൻസ, ഫ്ലൂ വാക്സിൻ എടുക്കുക. മുതിർന്നവരിലും ഹൃദ്രോഗ സാധ്യതയുള്ളവരിലും എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് ഹൃദയാഘാത സാധ്യത വൻതോതിൽ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഫ്ലൂ ഇൻഫെക്ഷൻ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കടുത്ത ഇൻഫ്ലമേഷൻ രക്തധമനികളുടെ പ്ലേക്കുകൾ പൊട്ടാൻ കാരണമാകാറുണ്ട്. വർഷത്തിൽ 2 തവണയെങ്കിലും രക്തം ദാനം ചെയ്യുക. പുരുഷന്മാരിലും ആർത്തവ വിരാമം വന്ന സ്ത്രീകളിലും ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് അമിതമായി ഉയരാൻ സാധ്യതയുണ്ട്. ഇത് രക്തത്തിൻ്റെ സാന്ദ്രത
ബ്ലഡ് വിസ്കോസിറ്റി കൂട്ടുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യും. രക്തം ദാനം ചെയ്യുന്നത് ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് സമനിലയിലാക്കും. ഉറങ്ങാൻ വെയ്റ്റഡ് ബ്ലാങ്കറ്റ് ഉപയോഗിക്കുക. അല്പം ഭാരമുള്ള പുതപ്പുകൾ ഉപയോഗിച്ച് ഉറങ്ങുന്നത് ശരീരത്തിൻ്റെ ഡീപ് പ്രഷർ സ്റ്റിമുലേഷൻ നൽകും. ഇത് പാരാസിമ്പതറ്റിക് നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുകയും ഉറക്കത്തിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറച്ച് ഹൃദയമെടുപ്പും രക്തസമ്മർദ്ദവും ഏറ്റവും ആരോഗ്യകരമായ തരത്തിൽ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ആഴ്ചയിൽ 4 മുതൽ 7 തവണ ഹോട്ട് ബാത്ത് ശീലമാക്കുക. ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പഠനപ്രകാരം ആഴ്ചയിൽ 4 മുതൽ 7 തവണ വരെ ചൂട് തെറാപ്പി സോണ ഹോട്ട് വാട്ടർ ബാത്ത് ഉപയോഗിക്കുന്നത് ഹൃദയസ്തംഭന സാധ്യത 63% വരെ കുറയ്ക്കും. ഇത് രക്തധമനികളുടെ കാഠിന്യം കുറയ്ക്കുന്നു. റോഡരികിൽ നിന്നും മാറി താമസിക്കുക. പ്രധാന റോഡരികിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ ജീവിക്കുന്നവരിൽ കൊറോണറി ധമനികളുടെ ആന്തരിക പാളിയുടെ കനം കരോട്ടിഡ് ഇൻറ്റിമ മീഡിയ തിക്നസ് വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കും. ഇത് ധമനികളുടെ വാർദ്ധക്യത്തെ വേഗത്തിലാക്കും. കൂർക്കമ്പലിയെ നിസ്സാരമായി കാണരുത്. കഠിനമായ കൂർക്കമ്പലി ഉള്ളവരിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉറക്കത്തിൽ ആവർത്തിച്ചുണ്ടാകുന്ന ശ്വാസതടസ്സം ഹൈപ്പോക്സിയ ഓക്സിജൻ കുറയൽ ഉണ്ടാക്കുകയും ഇത് പൾമനറി ഹൈപ്പർ ടെൻഷനിലേക്കും ഒടുവിൽ റൈറ്റ് കാർഡിയക് ഫെയിലിയറിലേക്കും നയിക്കുകയും ചെയ്യും. രാവിലെയുള്ള സ്വാഭാവിക വെളിച്ചം കണ്ണുകൾ കൊള്ളിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടൻ 10 മിനിറ്റ് നേരം സ്വാഭാവിക വെളിച്ചം കണ്ണുകളിലേക്ക് ഏൽക്കുന്നത് കണ്ണിലെ IPRGC കോശങ്ങളെ ഉത്തേജിപ്പിക്കും. ഇത് കോർട്ടിസോൾ ഹോർമോണിൻ്റെ അളവ് ക്രമീകരിക്കുകയും രാത്രിയിൽ മികച്ച ഉറക്കം നൽകി ഹൃദയത്തിന് വിശ്രമം നൽകുകയും ചെയ്യും. ഉറങ്ങുന്ന മുറിയിലെ താപനില എപ്പോഴും കുറച്ച് നിലനിർത്തുക. നമ്മൾ ഉറങ്ങുന്ന മുറിയിലെ താപനില അല്പം കുറഞ്ഞിരിക്കുന്നത് ഏകദേശം 19-22 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ശരീരത്തിൻ്റെ ആന്തരിക താപനില കുറയ്ക്കാൻ സഹായിക്കും. ഇത് ഹൃദയത്തിൻ്റെ വിശ്രമവേളയിൽ ഇടിപ്പ് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഏറ്റവും ആരോഗ്യകരമായ തലത്തിലേക്ക് എത്തിക്കും. പല്ലിലെയും മോണയിലെയും ഇൻഫെക്ഷനുകൾ അടിയന്തരമായി ചികിത്സിക്കുക. മോണരോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ മോണയിലെ രക്തക്കുഴലുകൾ വഴി രക്തചംക്രമണത്തിൽ കലരുകയും ഹൃദയധമനികളിൽ നേരിട്ടെത്തി വീക്കവും അത്രോസ്ക്ലിറോസിസും ഉണ്ടാക്കുകയും ചെയ്യും. ഭക്ഷണത്തിൽ സോഡിയം പൊട്ടാസ്യം അനുപാതം എപ്പോഴും 1:2 ആയി സൂക്ഷിക്കുക. കേവലം ഉപ്പ് കുറയ്ക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. കോശങ്ങളിൽ നിന്ന് സോഡിയം പുറന്തള്ളാൻ ആവശ്യമായ പൊട്ടാസ്യം, ഉദാഹരണത്തിന് കരിക്കും വെള്ളം, നേന്ത്രപ്പഴം എന്നിവയിലുള്ളത് ശരീരത്തിൽ എത്തണം. ഇത് രക്തക്കുഴലുകളുടെ ഭിത്തികളെ റിലാക്സ് ചെയ്യിക്കുകയും ഉയർന്ന സിസ്റ്റോളിക് സമ്മർദ്ദത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, ഹൃദ്രോഗ പ്രതിരോധ രംഗത്തെ അത്യാധുനിക മെഡിക്കൽ ഗവേഷണങ്ങൾ തെളിയിച്ച 40 അപൂർവ ശാസ്ത്ര സത്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കേവലം ഉപദേശങ്ങൾക്കപ്പുറം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ഫിസിയോളജിക്കൽ ബയോകെമിക്കൽ മാറ്റങ്ങളിലൂടെ ഹൃദയാരോഗ്യം എങ്ങനെ മികച്ച രീതിയിൽ കാത്തു സൂക്ഷിക്കാം എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളുടെ ഹൃദയത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഈ മാറ്റങ്ങൾ ഇന്നു മുതൽ തന്നെ ജീവിതത്തിൽ പകർത്തി തുടങ്ങുക. ഈ പ്രധാനപ്പെട്ട മെഡിക്കൽ അറിവുകൾ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ എന്നിവ ചെയ്യാൻ മറക്കരുത്. ആരോഗ്യകരമായ മറ്റൊരു വിവരവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.